ദൈവാലയത്തിലെയും സിനഗോഗുകളിലെയും ആരാധനയ്ക്ക് യഹൂദന്മാർ വ്യാപകമായി ഉപയോഗിച്ചു വന്ന പ്രാചീന കീർത്തനങ്ങളുടെ സമാഹാരമാണ് സങ്കീർത്തനങ്ങൾ. എബ്രായ കാനൂനിൽ മൂന്നാമത്തെ വിഭാഗമായ കെത്തുവീമിൽ ഇതുൾപ്പെടുന്നു. എബ്രായയിൽ തെഹില്ലീം അഥവാ കീർത്തനങ്ങൾ അഥവാ പൂർണ്ണമായി സേഫർ തെഹുല്ലീം സങ്കീർത്തനങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കുന്നുണ്ട്. 150 കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങൾ ബൈബിളിലെ ഏറ്റവും ദീർഘമായ പുസ്തകമാണ്. മോശയുടെ കാലം മുതൽ പ്രവാസകാലം വരെയുള്ള ദീർഘമായ കാലയളവിലാണ് സങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ടത്. അധികം സങ്കീർത്തനങ്ങളുടെയും രചനാകാലം BC 1000-നടുത്താണ്. രണ്ടാം ദൈവാലയത്തിൻ്റെ കീർത്തന പുസ്തകമെന്ന സങ്കീർത്തനങ്ങളെ പൊതുവെ പറയാറുമുണ്ട്. അത് ശരിയുമാണ്. പ്രവാസകാലത്തോ പ്രവാസാനന്തര കാലത്തോ സങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലല്ല പ്രസ്തുത പ്രസ്താവന എന്നോർക്കേണ്ടതാണ്. എബ്രായ ചരിത്രത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നാം സങ്കീർത്തന രചന കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ കാലത്തും പുറപ്പാട് പുസ്തകം 15, കനാൻ ആക്രമണ കാലത്തും ന്യായാധിപന്മാർ 5, ന്യായാധിപന്മാരുടെ കാലത്തിൻ്റെ അന്ത്യഘട്ടത്തിലും 1 ശമൂവേൽ 2:1 മുതൽ 10 വരെ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. പ്രവാസപൂർവ പ്രവാചക സാഹിത്യത്തിലും, ഉദാഹരണം ഹോശേയ 6:1 മുതൽ 3 വരെ, യെശയ്യാവ് 2:2 മുതൽ 4 വരെ, 38 അധ്യായം 10 മുതൽ 20 വരെ, യെരമ്യാ പ്രവചനം 14 അധ്യായം 7 മുതൽ 9 വരെ, ഹബക്കൂക്ക് 3:1, പ്രവാസാനന്തരകാല എഴുത്തുകളിലും, ഉദാഹരണം എസ്ര 9:5 മുതൽ 15 വരെ, നെഹമ്യാവ് 9:6 മുതൽ 39 വരെ സങ്കീർത്തനത്തിൻ്റെ അലകൾ നമുക്ക് വളരെ വ്യക്തമായി കാണാനായിട്ട് കഴിയും. സങ്കീർത്തനങ്ങളുടെ എഴുത്തുകാരെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. സങ്കീർത്തനങ്ങളുടെ എഴുത്തുകാരായി 7 പേരുകൾ ശീർഷകങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. 73 സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. മറ്റെഴുത്തുകാർ ആസാഫ് 12 എണ്ണം, സങ്കീർത്തനം 50, 73 മുതൽ 83 വരെ. കോരഹപുത്രന്മാർ 11 എണ്ണം, സങ്കീർത്തനം 42 മുതൽ 49 വരെ, 84, 85, 87. ശലോമോൻ രാജാവ് 2 എണ്ണം, സങ്കീർത്തനം 72, 127. ഏഥാൻ 1 എണ്ണം, സങ്കീർത്തനം 89. മോശെ 1 എണ്ണം, സങ്കീർത്തനം 90. ഹേമാൻ 1 എണ്ണം, സങ്കീർത്തനം 88. 49 സങ്കീർത്തനങ്ങൾ അജ്ഞാത കർത്തൃകങ്ങളാണ്. എബ്രായ ശീർഷകങ്ങളിൽ 73 സങ്കീർത്തനങ്ങൾക്ക് ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന മേലെഴുത്തുണ്ട്. കൂടാതെ 2-ാം സങ്കീർത്തനവും ദാവീദ് രചിച്ചതാണെന്ന് അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 25-26 നിന്നും വ്യക്തമാകുന്നുണ്ട്. അതുപോലെ 72-ാം സങ്കീർത്തനം ദാവീദിൻ്റേതാണെന്ന് പ്രസ്തുത സങ്കീർത്തനം 20-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. 72-ാം സങ്കീർത്തനത്തിൻ്റെ ശീർഷകം ഇംഗ്ലീഷിൽ KJV-യിൽ എ സാം ഫോർ സോളമൻ എന്നാണ് കാണുന്നത്. അതിൽ നിന്നും ശലോമോനു വേണ്ടി ദാവീദ് രചിച്ച സങ്കീർത്തനമെന്നാണ് അനുമാനിക്കേണ്ടത്. എന്നാൽ ആധുനിക വിമർശകന്മാർ പലരും ദാവീദിൻ്റെ കർത്തൃത്വത്തെ നിഷേധിക്കുന്നുണ്ട്. എന്നാൽ ആന്തരിക തെളിവുകൾ ദാവീദിൻ്റെ കർത്തൃത്വത്തെ സ്വീകരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. പഴയ നിയമകാലത്ത് ദൈവാലയ സംഗീതവുമായി ബന്ധപ്പെട്ട് ദാവീദിൻ്റെ പേര് പ്രഖ്യാതമായിരുന്നു. 2 ശമൂവേൽ 6:5 മുതൽ 15 വരെ, 1 ദിനവൃത്താന്തം 6:4, 2 ദിനവൃത്താന്തം 7:6, 29:30. ദാവീദ് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിരുന്നു. 1 ശമൂവേൽ 23:1-2, മർക്കോസ് 12:36, അപ്പോസ്തലപ്രവൃത്തികൾ 2:25 മുതൽ 31 വരെ, 4:25-26. ദാവീദ് ഇസ്രായേലിൻ്റെ മധുര ഗായകനും 2 ശമൂവേൽ 23:1, കിന്നര വായനയിൽ നിപുണനും ആയിരുന്നു. 1 ശമൂവേൽ 16 മുതൽ 18 വരെ. ശൗലിൻ്റെയും യോനാഥാൻ്റെയും മരണത്തിൽ മനോഹരമായ ഒരു വിലാപഗീതം ദാവീദ് രചിച്ചു. 2 ശമൂവേൽ 1:19 മുതൽ 27 വരെ. ചില സങ്കീർത്തനങ്ങളിൽ നിന്നും ദാവീദിൻ്റേതെന്ന് പ്രത്യേകം പ്രസ്താവിച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ
ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 4:25, 26, 2:25 മുതൽ 28 വരെ, റോമാലേഖനം 4 6 മുതൽ 8 വരെ, അപ്പോസ്തലപ്രവൃത്തികൾ 1 16 മുതൽ 20 വരെ. സങ്കീർത്തനങ്ങളുടെ വിഭജനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. ഈ വിഭജനം മോശയുടെ ഗ്രന്ഥപഞ്ചകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 1 പുസ്തകം സങ്കീർത്തനം 1 മുതൽ 41 വരെ, 2 പുസ്തകം സങ്കീർത്തനം 42 മുതൽ 72 വരെ, 3 പുസ്തകം സങ്കീർത്തനം 73 മുതൽ 89 വരെ, 4 പുസ്തകം സങ്കീർത്തനം 90 മുതൽ 106 വരെ, 5 പുസ്തകം സങ്കീർത്തനം 107 മുതൽ 150 വരെ. എല്ലാ സങ്കീർത്തനങ്ങൾക്കും ഉള്ള മുഖവുരിയാണ് 1 സങ്കീർത്തനം. ഓരോ ഭാഗത്തെയും ഉപസംഹരിക്കുന്നത് ഓരോ സ്തുതിയാണ്. 5 ഭാഗത്തിനും അതോടൊപ്പം എല്ലാ സങ്കീർത്തനങ്ങൾക്കുമുള്ള സ്തുതിഗീതമാണ് 150 സങ്കീർത്തനം. ദാവീദിൻ്റെ പേരിലുള്ള സങ്കീർത്തനങ്ങളാണ് 1 പുസ്തകത്തിൽ അധികവും. 42 മുതൽ 88 വരെയുള്ള സങ്കീർത്തനങ്ങളിൽ അധികവും ദാവീദ്, കോരഹ് പുത്രന്മാർ, ആസാഫ് എന്നിവരുടെ രചനകളാണ്. 91 മുതൽ 150 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഏറിയ കൂറും അജ്ഞാത കർത്തൃകങ്ങളാണ്. ഇനി നമുക്ക് സങ്കീർത്തനങ്ങളുടെ വർഗീകരണത്തെക്കുറിച്ച് വിശദമായി ഒന്ന് ചിന്തിക്കാം. സങ്കീർത്തനങ്ങളുടെ വ്യാഖ്യാനവും വർഗീകരണവും പരസ്പരാശ്രിതങ്ങളാണ്. വിഭിന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് സങ്കീർത്തനങ്ങളുടെ വർഗീകരണം പലരും നടത്തിയിട്ടുള്ളത്. ദൈവാലയ ആരാധനയിലെ സങ്കീർത്തനങ്ങളുടെ ഉപയോഗം നിർണായക മാനദണ്ഡമായി സ്വീകരിച്ചാൽ ഇനി പറയുന്ന വിധത്തിൽ സങ്കീർത്തനങ്ങളെ നമുക്ക് വർഗീകരിക്കാം. 1. സ്തുതിഗീതങ്ങൾ, 2. സ്തോത്ര പ്രാർത്ഥനകൾ, 3. യാചനാഗീതങ്ങൾ, 4. വിലാപ പ്രാർത്ഥനകൾ, 5. ആധ്യാത്മികവും വൈജ്ഞാനികവുമായ സങ്കീർത്തനങ്ങൾ. സ്വരൂപവും വിഷയവും അടിസ്ഥാനമാക്കി ഇനി പറയുന്നത് പോലെ വർഗീകരിക്കാവുന്നതാണ്. 1. ഗീതങ്ങൾ. യഹോവയുടെ മഹത്വ പ്രകീർത്തനങ്ങളാണിവ. 8, 18, 19, 29, 33 ആദിയായവ. യഹോവയെ സ്തുതിക്കുന്നതിനുള്ള ആഹ്വാനമോ ഉപദേശമോ അടങ്ങുന്ന ആമുഖം, സ്തുതിയുടെ കാരണം വിശദമാക്കുന്ന മധ്യഭാഗം, ആമുഖം ആവർത്തിക്കുന്നതോ അഭിലാഷമോ ഹല്ലേലൂയായോ ചേർത്തിരിക്കുന്നതോ ആയ ഒരു ഉപസംഹാരം. ഇതാണ് ഗീതങ്ങളുടെ പൊതുസ്വഭാവം. സിയോൻ ഗീതങ്ങൾ ദൈവനഗരമായ സിയോനെ പ്രകീർത്തിക്കുന്നു. 46, 48, 76, 84, 87, 122. സ്ഥാനാരോഹണ ഗീതങ്ങൾ യഹോവയുടെ രാജത്വത്തെ പ്രകീർത്തിക്കുന്നു. 47, 93, 95 മുതൽ 99 വരെ. രണ്ടാമത്തേത് വിലാപ സങ്കീർത്തനങ്ങളാണ്. വ്യക്തിഗതവും 3, 5, 6, 7, 14, 17, 22. സാമൂഹികവും 44, 74, 79, 80, 137 തുടങ്ങിയവ. ഇവയെല്ലാം വിലാപങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങളാണ്. 3. സ്തോത്ര സങ്കീർത്തനങ്ങൾ. ദൈവത്തിൻ്റെ കരുണയ്ക്കും ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും സ്തോത്രം പറയുകയാണ് ഈ സങ്കീർത്തനങ്ങളുടെ പൊതുസ്വഭാവം. ദൈവം നമുക്ക് എന്തായിരിക്കുന്നുവോ അതിന് സ്തുതിയും നമുക്ക് വേണ്ടി എന്തു ചെയ്തുവോ അതിന് സ്തോത്രവും അർപ്പിക്കുന്നു. ഈ സങ്കീർത്തനങ്ങളോടുകൂടെ സ്തോത്രയാഗമോ നേർച്ചയുടെ നിവൃത്തിയോ ഉണ്ടായിരിക്കും. 10, 30, 31, 40, 66, 103, 107 തുടങ്ങിയവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. നാലാമത്തേത് രാജകീയ സങ്കീർത്തനങ്ങളാണ്. 2, 18, 20, 21, 45, 72, 89, 101, 110, 144 എന്നിവ. ഇവയെല്ലാം ക്രിസ്തുവിനെ രാജാവായി പ്രതീക്ഷിക്കുന്നു. 5. അനുതാപ സങ്കീർത്തനങ്ങൾ. ഇവ ചെയ്തു പോയ പാപത്തിന് പശ്ചാത്താപം അറിയിക്കുന്നു. 6, 25, 32, 38, 39, 40, 51, 102,
130 തുടങ്ങിയവ. 6. മാധ്യസ്ഥ സങ്കീർത്തനങ്ങൾ. ഇവയിൽ സങ്കീർത്തനകാരൻ രാജാവിനും സ്വജനത്തിനും ജാതികൾക്കും വേണ്ടിയും യെരുശലേമിനു വേണ്ടിയും അപേക്ഷിക്കുന്നു. 21, 57, 89, 122 മുതലായവ. 7. മശിഹാ സങ്കീർത്തനങ്ങൾ. വരുവാനിരിക്കുന്ന മശിഹയുടെ ആളത്വവും വേലയും പൂർവവത് ദർശിക്കുന്നു. 17 സങ്കീർത്തനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ മശിഹാപരമാണ്. ഇവ ക്രിസ്തുവിനെ ഉത്തമ പുരുഷനിലോ മധ്യമ പുരുഷനിലോ പ്രഥമ പുരുഷനിലോ പരാമർശിച്ചിരിക്കും. സങ്കീർത്തനങ്ങൾ 2, 8 4 മുതൽ 8 വരെ, 16 10, 22, 40 6 മുതൽ 8 വരെ, 41 9, 45 6 മുതൽ 7 വരെ, 66 18, 69, 72, 78 2, 89 3 മുതൽ 4 വരെ, 28 മുതൽ 29 വരെ, 34, 36, 91, 102 25 മുതൽ 27 വരെ, 110, 118 22, 132 10 മുതൽ 12 വരെ. 8 ശാപസങ്കീർത്തനങ്ങൾ. 35, 52, 58, 59, 69, 109, 137, 139 മുതലായവ. ദൈവജനം തങ്ങളുടെ ശത്രുക്കളുടെ മേൽ ദൈവക്രോധം പകരേണ്ടതിന് അപേക്ഷിക്കുന്നു. 9 ന്യായപ്രമാണ സങ്കീർത്തനങ്ങൾ. ന്യായപ്രമാണത്തിൻ്റെ മഹത്വം, ന്യായപ്രമാണം പഠിക്കുന്നതിൻ്റെ അനുഗ്രഹം, ആനന്ദം എന്നിവ വ്യക്തമാക്കുന്നു. 1, 19, 119. 10 ചരിത്ര സങ്കീർത്തനങ്ങൾ. 78, 101, 106. 11 ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ. 111 മുതൽ 113 വരെ, 115 മുതൽ 117 വരെ, 146 മുതൽ 150 വരെ. ഈ സങ്കീർത്തനങ്ങളിലെല്ലാം യഹോവയെ സ്തുതിപ്പീൻ എന്ന അർത്ഥത്തിൽ ഹല്ലേലൂയ പ്രയോഗിച്ചിട്ടുണ്ട്. 12 ആരോഹണ ഗീതങ്ങൾ. 120 മുതൽ 134 വരെ. പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ വേണ്ടി യെരുശലേമിൽ കയറിപ്പോയിരുന്ന തീർത്ഥാടകർ പാടിയിരുന്ന സങ്കീർത്തനങ്ങളാണിവ. 13 ഏലൂഹ സങ്കീർത്തനങ്ങൾ. 42 മുതൽ 83 വരെ. ഈ സങ്കീർത്തനങ്ങളിൽ ദൈവത്തിന് എബ്രായിയിൽ ഏലോഹീം എന്ന പദമാണ് അധികവും പ്രയോഗിച്ചിട്ടുള്ളത്. അതിനാൽ അവയെ ഏലൂഹ സങ്കീർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. മറ്റ് സങ്കീർത്തനങ്ങളിൽ യഹോവ എന്ന നാമമാണ് ബഹുലേന കാണപ്പെടുന്നത്. 14 അക്ഷരമാലാ സങ്കീർത്തനങ്ങൾ. 9, 10, 25, 34, 37, 111, 112, 119, 145 എബ്രായ അക്ഷരമാലയ്ക്കനുസരണമായി ഒരു വിധത്തിലുള്ള ക്രമീകരണം ഈ സങ്കീർത്തനങ്ങളിൽ ദൃശ്യമാണ്. ഇനി നമുക്ക് സങ്കീർത്തനങ്ങളുടെ ശീർഷകങ്ങളെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കാം. ഭൂരിഭാഗം സങ്കീർത്തനങ്ങൾക്കും പ്രത്യേകം ശീർഷകങ്ങളുണ്ട്. എബ്രായിയിൽ പ്രസ്തുത ശീർഷകങ്ങൾക്ക് വാക്യപദവി നൽകി സങ്കീർത്തന പാഠത്തോട് തന്നെ ചേർത്തിരിക്കുകയാണ്. ഈ തലക്കെട്ടുകൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നതിനോട് പലരും യോജിക്കുന്നുമില്ല. E.A. ലെസ്ലി ഈ സങ്കീർത്തന ശീർഷകങ്ങളെ 4 പ്രത്യേക ഗണങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് സാങ്കേതിക സ്വഭാവമുള്ള ശീർഷകങ്ങൾ. സങ്കീർത്തനം, ഗീതം, മസ്കിൽ അഥവാ ധ്യാനം, സ്വർണഗീതം, വിഭ്രമഗീതം തുടങ്ങിയവയാണവ. മിസ്മോർ എന്ന പദമാണ് സങ്കീർത്തനത്തിന് എബ്രായിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 57 സങ്കീർത്തനങ്ങളുടെ മുകളിൽ ഇത് കാണാം. ഗീതം എന്നതിൻ്റെ എബ്രായ പേര് ഷീർ എന്ന വാക്കാണ്. ആരാധനയിൽ പാടുന്ന ഗീതങ്ങളാണിവ. 30 സങ്കീർത്തനങ്ങളുടെ ശീർഷകങ്ങളിൽ ഈ പദമുണ്ട്. ഉത്സവം നടക്കുമ്പോൾ നിയമപ്പെട്ടകത്തിന് പിന്നാലെ പോകുന്ന ആരാധകർ പാടുന്ന തീർത്ഥാടന ഗാനങ്ങളാണ് ആരോഹണ ഗീതങ്ങൾ. 120 മുതൽ 134 വരെ. സ്വർണഗീതം അഥവാ മിക്താം 6 സങ്കീർത്തന ശീർഷകങ്ങളിലുണ്ട്. ഈ പദത്തിൻ്റെ സൂചന വ്യക്തമല്ല. വിലാപ കീർത്തനങ്ങളാണ് അധികവും.
13 സങ്കീർത്തനങ്ങളുടെ തലക്കെട്ടിൽ കാണുന്ന പ്രയോഗമാണ് മസ്കൽ അഥവാ ധ്യാനം. പ്രബോധനം ഉൾക്കൊള്ളുന്നവയാണിവ. 7-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിലും ഹബക്കൂക്കിൻ്റെ പ്രാർത്ഥനയിലും 3-1 വിഭ്രമഗീതം അഥവാ ഷിഗ്ഗയോൻ എന്ന് കാണുന്നു. രണ്ടാമത്തേത് സങ്കീർത്തനത്തിൻ്റെ ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്ന ശീർഷകങ്ങൾ. ദൈവാലയ ആരാധനയിൽ സ്തോത്രം അർപ്പിക്കുന്ന സങ്കീർത്തനമാണ് സ്തോത്ര സങ്കീർത്തനം. ആരാധകൻ സ്വന്തം പാപങ്ങൾ ഓർമ്മിക്കുകയോ ആരാധകൻ്റെ പാപങ്ങളെക്കുറിച്ച് പുരോഹിതൻ ഓർപ്പിക്കുകയോ ചെയ്യുന്ന സങ്കീർത്തനങ്ങളാണ് ജ്ഞാപക സങ്കീർത്തനങ്ങൾ. ഉദാഹരണം 38-70. അനുതാപത്തെയും ഏറ്റുപറച്ചിലിനെയും ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങളെ കുറിക്കുകയാകണം യദൂഥൂൻ. ഉദാഹരണം 39, 62, 77. മൂന്നാമത്തേത് ആരാധനയുമായി ബന്ധപ്പെട്ട ശീർഷകങ്ങൾ. ഇവയിൽ പ്രധാനമായി കാണുന്നത് സംഗീത പ്രമാണിക്ക് എന്ന ശീർഷകമാണ്. 55 സങ്കീർത്തനങ്ങൾക്ക് ഈ തലക്കെട്ടുണ്ട്. ഇതിൻ്റെ മൂലപദം പ്രകാശിക്കുക എന്നർത്ഥമുള്ള ധാതുവിൽ നിന്ന് വന്നതാണെന്നാണ് ഊഹിക്കപ്പെടുന്നത്. ദൈവാലയത്തിൽ ആരാധിക്കുന്നവരുടെ മേൽ അനുഗ്രഹ രൂപേണ ദൈവത്തിൻ്റെ മുഖം പ്രകാശിക്കുന്നതാകാം വിവക്ഷ. ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാത്ത പ്രാവ് എന്നത് സങ്കീർത്തനത്തിൻ്റെ രാഗത്തെ സൂചിപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിന് അഥവാ 56-ാം സങ്കീർത്തനത്തിന് യാഗപീഠത്തിൽ പ്രാവിനെ അർപ്പിക്കുന്നതുമായി ബന്ധമുണ്ടായിരിക്കണം. ലേവ്യ 5-ാം അധ്യായം 6 മുതൽ 10 വരെ. ഉഷസ്സിൽ മാൻപേട എന്നതും 22-ാം സങ്കീർത്തനം യാഗവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. നാലാമത്തേത് 2 ശീർഷകങ്ങൾ സംഗീത പരാമർശമുള്ളവയാണെന്ന് കരുതപ്പെടുന്നതാണ് ഈ സങ്കീർത്തനങ്ങൾ. അതിലൊന്നാമത്തേത് തന്ത്രീനാദം അഥവാ നെഗിനോത്ത്. ഉദാഹരണം 6, 54, 55, 67. തന്ത്രീനാദം ഉപയോഗിച്ച് പ്രസ്തുത സങ്കീർത്തനങ്ങൾ പാടണമെന്നതാണ് സൂചന. രണ്ടാമത്തേത് സേല. 39 സങ്കീർത്തനങ്ങളിൽ 71 പ്രാവശ്യവും ഹബക്കൂക്ക് പ്രവചനത്തിൽ 3 പ്രാവശ്യവും കാണപ്പെടുന്ന പ്രയോഗമാണ് സേല. ഉയർത്തുക എന്ന അർത്ഥമാണ് പൊതുവെ നൽകി കാണുന്നത്. ശബ്ദമുയർത്തി ആരാധകർ പാടണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. സേല കാണപ്പെടുന്ന സ്ഥാനങ്ങളിൽ പലയിടത്തും ആമേൻ അഥവാ ഹല്ലേലൂയ മതിയാകും. ഇനി നമുക്ക് എബ്രായ കവിതയുടെ സവിശേഷതകളെക്കുറിച്ച് അല്പമായൊന്ന് ചിന്തിക്കാം. സങ്കീർത്തനങ്ങളുടെ ശരിയായ ആസ്വാദനത്തിനും വ്യാഖ്യാനത്തിനും എബ്രായ കവിതയുടെ സവിശേഷതകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എബ്രായ കവിതയിൽ താളമില്ല. എബ്രായ കവിതയുടെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് ആദ്യം ശ്രദ്ധ തിരിച്ചത് റോബർട്ട് ലൗത്ത് ആയിരുന്നു. എബ്രായ കവിതയുടെ സവിശേഷ സ്വഭാവം സമാന്തരതയാണ്. കവിതയിലെ ഒരു വരിക്ക് മറ്റൊരു വരിയോടുള്ള ബന്ധം കാണിക്കുകയോ ഒരേ ചിന്ത വ്യത്യസ്ത പദങ്ങളിൽ ആവർത്തിക്കുകയോ ചെയ്യുന്നതാണത്. സമാന്തരതയ്ക്ക് വ്യാഖ്യാനപരമായ മൂല്യവുമുണ്ട്. പദസംവിധാനത്തിൻ്റെയും പദബന്ധങ്ങളുടെയും പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുവാനും വിവിധ പാഠങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുവാനും ഈ അറിവ് വ്യാഖ്യാതാവിനെ സഹായിക്കുന്നു. പ്രധാന ചില സമാന്തരതകൾ നമുക്കൊന്ന് ചിന്തിക്കാം. 1. പര്യായ സമാന്തരത. 1-ാം വരിയിലെ ആശയം വ്യത്യസ്ത പദങ്ങളിൽ അടുത്ത വരിയിൽ ആവർത്തിക്കുന്നതാണത്. 114-ാം സങ്കീർത്തനം മുഴുവൻ ഈ സമാന്തരത നമുക്ക് കാണാവുന്നതാണ്. 2. വിപരീത സമാന്തരത. ഈ സമാന്തരതയിൽ 1-ാം വരിയിലെ പ്രസ്താവന ഉറപ്പിക്കുന്നതിന് 2-ാം വരിയിൽ ആവർത്തനത്തിന് പകരം വിപര്യായം ഉപയോഗിക്കുന്നു. ഉദാഹരണം, ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 37-21. മൂന്നാമത്തേത് സംശ്ലേഷണ സമാന്തരത. ഇതിൽ വാക്യത്തിലെ 2 വരികളോ പ്രയോഗങ്ങളോ ഒരേ കാര്യമല്ല പറയുന്നത്, മറിച്ച് രണ്ടാമത്തേതിൻ്റെ അടിസ്ഥാനമായി 1-ാമത്തെ പ്രസ്താവന നിലകൊള്ളുന്നു. ഒരു വിധത്തിലുള്ള കാര്യകാരണ ബന്ധം ദൃശ്യമാണ്. ഉദാഹരണം, സങ്കീർത്തനം 19-7 മുതൽ 10 വരെ, 2-6, 22-11, 119-1,
121. നാലാമത്തേത് ആരോഹണ സമാന്തരത. വാക്യത്തിലെ ആദ്യ വരി അപൂർണമായിരിക്കുകയും അതിലെ ചില പദങ്ങളെടുത്ത് രണ്ടാമത്തെ വരി അതിനെ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ഉദാഹരണം, സങ്കീർത്തനം 29:1, 121:1 മുതൽ 4 വരെ, 22 സങ്കീർത്തനം 4 വാക്യം. സങ്കീർത്തനങ്ങൾ ആദ്യമേ തന്നെ ഖണ്ഡങ്ങളായി തിരിക്കപ്പെട്ടിരിക്കുന്നുവോ എന്നത് വ്യക്തമല്ല. ചില സങ്കീർത്തനങ്ങളിൽ അപ്രകാരം ഒരു ക്രമീകരണം കാണാനുമുണ്ട്. സങ്കീർത്തനം 41:42, 46, 57, 80, 99, 107 എന്നിവ ഖണ്ഡികാപരമായ ക്രമീകരണത്തെ കാണിക്കുന്നു. സേല എന്ന പ്രയോഗവും സങ്കീർത്തനത്തെ ഖണ്ഡികകളായി തിരിക്കുവാൻ ഉപയോഗിച്ചതായിരിക്കുവാൻ ഇടയുണ്ട്. 3ഉം 4ഉം സങ്കീർത്തനങ്ങൾ സ്വാഭാവികമായി തന്നെ ഖണ്ഡങ്ങളായി തിരിയുന്നുണ്ട്. ഉദാഹരണം, 2 സങ്കീർത്തനം സ്വതവേ തന്നെ 4 ഖണ്ഡങ്ങളാണ്. വാക്യങ്ങൾ 1 മുതൽ 3 വരെ, 4 മുതൽ 6 വരെ, 7 മുതൽ 9 വരെ, 10 മുതൽ 12 വരെ. അക്ഷരമാല ക്രമീകരണവും സങ്കീർത്തനത്തെ ഖണ്ഡങ്ങളായി പിരിക്കുന്നുണ്ട്. ഉദാഹരണം 119. എബ്രായ കവിതയുടെ ഒരു സവിശേഷതയാണ് അക്ഷരമാല ക്രമീകരണം. അങ്ങനെയുള്ള 9 സങ്കീർത്തനങ്ങൾ ഉണ്ട്. ഒടുവിലായി നമുക്ക് സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്രം കൂടി ഒന്ന് ചിന്തിക്കാം. സങ്കീർത്തനക്കാരുടെ മതജീവിതത്തിൻ്റെ സത്ത ദൈവത്തെപ്പറ്റിയുള്ള ധാരണയാണ്. സൃഷ്ടിയിലുള്ള ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ച് പാടുമ്പോൾ അവർ ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള തൻ്റെ പ്രവൃത്തികളിലൂടെ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായി ദൈവം സ്വയം വെളിപ്പെടുത്തി. നിർണീതമായ അന്തിമ ലക്ഷ്യത്തിലേക്ക് ചരിത്ര സംഭവങ്ങളെ ദൈവം നയിക്കുന്നു. എളിയവരെയും പീഡിതരെയും ന്യായം നടത്തി ദൈവം സംരക്ഷിക്കുന്നു. കരുണാമയനും വിശ്വസ്തനും നീതിമാനും വിശുദ്ധനുമായ ദൈവത്തിൻ്റെ മുമ്പിൽ വീണ് മനുഷ്യരും ദൂതന്മാരും സ്തുതിക്കുന്നു. ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുകയും അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർക്ക് സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തു. മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ച് അവർക്ക് വാഗ്ദത്ത ദേശം നൽകി അവരുമായി നിയമം ചെയ്തു. ഇങ്ങനെ ഉന്നതമായ ഒരു ധാരണയാണ് ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനകാരന്മാർക്കുള്ളത്. ദൈവത്തോട് അപേക്ഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് അവരുടെ പ്രമോദവും വിശിഷ്ട പദവിയുമാണ്. ശാപസങ്കീർത്തനങ്ങൾ ഒരിക്കലും അവരുടെ വ്യക്തിപരമായ പ്രതികാര മനോഭാവത്തിൻ്റെ പ്രകടനമല്ല. നിലവിലിരിക്കുന്ന ദുഷിച്ച ധാർമ്മിക വ്യവസ്ഥിതിക്ക് പ്രതികാരം നൽകി പരിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെട്ട് കാണാനുള്ള അവരുടെ അദമ്യമായ അഭിലാഷമാണത്. ന്യായവിധിയിലൂടെ ദൈവത്തിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നത് ന്യായപ്രമാണ വ്യവസ്ഥയിലായിരിക്കുന്ന ജനത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷന്തവ്യവുമാണ്. നീതിയും അനീതിയും തമ്മിലും ദൈവജനവും ദൈവജനത്തിൻ്റെ വൈരികളും തമ്മിലുമുള്ള സംഘർഷത്തെക്കുറിച്ച് അവർ തികച്ചും ബോധവാന്മാരാണ്. ഒരു യുഗാന്ത ന്യായവിധിയിലേറെ വർത്തമാനകാല ന്യായവിധിയായിരുന്നു ലക്ഷ്യമാക്കിയിരുന്നത്. ദുഷ്ടത ശിക്ഷിക്കപ്പെടണമെങ്കിൽ അതിപ്പോൾ തന്നെ വേണ്ടതാണ്. മശീഹയെക്കുറിച്ചുള്ള പ്രതീക്ഷ സങ്കീർത്തനത്തിലെ മുഖ്യധാരയാണ്. ഇസ്രായേൽ ചരിത്രത്തിലെ സുവർണകാലമായിരുന്നു ദാവീദിൻ്റെ കാലം. പ്രസ്തുത യുഗത്തിൻ്റെ മടങ്ങി വരവിലായിരുന്നു അവരുടെ പ്രതീക്ഷ മുഴുവൻ കേന്ദ്രീകരിച്ചിരുന്നത്. മശീഹ ദാവീദിൻ്റെ സന്തതിയാണ്. മശീഹയ്ക്കെതിരെ ജാതികൾ മത്സരിക്കുന്നത് വ്യർത്ഥമാണ്. സങ്കീർത്തനം 2. മശീഹ യുഗത്തെക്കുറിച്ചുള്ള വിവരണമാണ് 72 സങ്കീർത്തനം. 110 സങ്കീർത്തനത്തിൽ മശീഹ രാജാവും പുരോഹിതനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മഹിമയിലിരിക്കുന്ന ജേതാവുമാണ്. യെശയ്യാവ് 53 ചിത്രീകരിച്ചിട്ടുള്ളതുപോലെ കഷ്ടമനുഭവിക്കുന്ന മശീഹയുടെ ചിത്രം സങ്കീർത്തനങ്ങളിലും തെളിഞ്ഞു കാണുന്നു. സങ്കീർത്തനം 22, 69. സങ്കീർത്തനങ്ങളിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് ക്രിസ്തു വ്യാഖ്യാനിച്ച് വിശദമാക്കി. ലൂക്കോസ് 24, 27 മുതൽ 46 വരെ. അതിനാൽ സങ്കീർത്തനങ്ങൾ സഭയുടെ കീർത്തന പുസ്തകവും പ്രാർത്ഥനാ പുസ്തകവുമായതിൽ അത്ഭുതത്തിന് അവകാശവുമില്ല. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ഉപദേശത്തിലും സങ്കീർത്തനം മുഖ്യ പങ്കുവഹിച്ചിരുന്നു. സിനഗോഗുകളിലെ ശുശ്രൂഷകളിൽ ക്രിസ്തു ഉപയോഗിച്ച പ്രാർത്ഥനാ പുസ്തകം ഇതായിരുന്നു. ദൈവാലയത്തിലെ പെരുന്നാളുകളിൽ
താൻ ഉപയോഗിച്ച പാട്ടുപുസ്തകവും അന്ത്യ അത്താഴത്തിന് ശേഷം ക്രിസ്തു സ്തോത്രഗീതം പാടിയതും സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ. ക്രൂശിൽ വെച്ച് സങ്കീർത്തനം ഉദ്ധരിക്കുകയും സങ്കീർത്തനവാക്യം ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു മരിക്കുകയും ചെയ്തു. ആദിമകാലം മുതൽ തന്നെ സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനാ പുസ്തകവും പാട്ടുപുസ്തകവുമായിരുന്നു. പീഡനമനുഭവിച്ച അപ്പോസ്തോലന്മാർക്ക് ഉത്തേജനം നൽകിയത് സങ്കീർത്തനമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4:25. അവരുടെ സന്ദേശം സങ്കീർത്തനങ്ങളിൽ നിന്നുള്ളതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 25-ാം വാക്യം, 13:33. ബൈബിളിൻ്റെ സംക്ഷിപ്ത രൂപം, ബൈബിളിനുള്ളിലെ ബൈബിൾ എന്നിങ്ങനെയൊക്കെയാണ് സങ്കീർത്തനങ്ങൾ ആദരിക്കപ്പെട്ടത്.